ഓം ബിർള ശബ്ദ വോട്ടോടെ ലോക്സഭാ സ്പീക്കറായി. പ്രതിപക്ഷം ഡിവിഷൻ ആവശ്യപ്പെട്ടില്ല. രാഹുൽ അടക്കം നേതാക്കൾ അഭിനന്ദിച്ചു. 18ാം ലോക്സഭയുടെ സ്പീക്കറായി BJP MP ഓം ബിർള ശബ്ദ വോട്ടോടെ തിരഞ്ഞെടുത്തു. രണ്ടാം തവണയാണ് ഓം ബിർള സ്പീക്കറാകുന്നത്. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്ന് ഓം ബിർളയെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുകയായിരുന്നു. ഇതിനു മുന്നോടിയായി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഹസ്തദാനം ചെയ്തു. സാധാരണയായി അപൂർവമായിട്ടാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുന്നത്. പ്രതിപക്ഷവും ഭരണപക്ഷവും സമവായത്തിലെത്തിയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കാറുള്ളത്. ഭരണപക്ഷത്തിന് സ്പീക്കർ പദവിയും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിനുമായിരിക്കും. എന്നാൽ കഴിഞ്ഞ 2 തവണയും പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയിരുന്നില്ല. ഇത്തവണ അംഗബലം കൂടിയ സാഹചര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന് നിർബന്ധത്തിലായിരുന്നു പ്രതിപക്ഷം. എന്നാൽ BJP ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ ഉറപ്പ് പറയാത്തതിനാലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വന്നത്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും പരസ്പരം ഹസ്തദാനം നൽകിയതുകൊണ്ട് മോദിയും ഓം ബിർളയിൽ നിന്നും ഒരൗദാര്യവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം വിശ്വസിക്കുന്നത്. 150 പേരെ സസ്പെൻഡ് ചെയ്ത സ്പീക്കറാണ് ഓം ബിർള. ഇപ്പോൾ ആദ്യമായി അടിയന്തരാവസ്ഥയുടെ പ്രമേയം അവതരിപ്പിച്ചതും ഓം ബിർള തന്നെയാണ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്. ഉന്നത പദവി നിയമന സമിതിയിൽ മോദിക്കൊപ്പം രാഹുലും ഉണ്ടാവും. കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത്. അതിനുള്ള വഴിയൊരുക്കിയത് രാഹുലിൻ്റെ അഹോരാത്ര കഠിന പ്രയത്നം തന്നെയാണ്. രാജ്യം മുഴുവൻ ജോഡോ ന്യായയാത്രകൾ നടത്തി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് 100 സീറ്റിലേക്ക് എത്തി നിയമപ്രകാരമുള്ള പ്രതിപക്ഷ നേതാവാകാൻ കഴിഞ്ഞു. ലോക്സഭയിലെ ആകെ സീറ്റ് 10% സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് അർഹതയുള്ളൂ. പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്കും വിവിധ അന്വേഷണ ഏജൻസി മേധാവി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നീ ഉന്നതരെ നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രിക്ക് ഒപ്പം പ്രതിപക്ഷ നേതാവും ഉണ്ടാവും. പല ഏജൻസികളിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന നടപടി ഇനി നടക്കില്ല എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം. നിതീഷും ചന്ദ്രബാബു നായിഡുവും ഉള്ളവരെ അത് വിശ്വസിക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ കാണുന്നത്. ഇനി പഴയ പോലെ ഒരു വെറും MP ആയി രാഹുലിനെ ആർക്കും കാണാനാവില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്ത് എങ്ങനെ ശോഭിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ജനങ്ങൾ കരുതുന്നത്. കെജ്രിവാളിൻ്റെ ജാമ്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ CBI അറസ്റ്റ് ചെയ്തു. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് CBIയും ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്തതിനെതിരെ സുപ്രീം കോടതിയിൽ കെജ്രിവാൾ സമർപ്പിച്ച ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ്. ഇതോടെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി കെജ്രിവാൾ പിൻവലിച്ചു. CBI കേസ് കൂടി ഉൾപ്പെടുത്തി പുതിയ ഹർജി സമർപ്പിക്കും. CBI സമർപ്പിച്ച പുതിയ കേസിൽ കൂടി ജാമ്യം അനുവദിച്ചെങ്കിലേ കെജ്രിവാളിന് ഇനി പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. AAP സർക്കാർ പുതിയ മദ്യനയം രൂപീകരിക്കുന്നതിന് മുൻപ് മദ്യനയത്തിലെ വിവരങ്ങൾ സ്വകാര്യ മദ്യ കമ്പനികൾ പലരും ഈ വിവരം അറിഞ്ഞു. ഇത് വലിയ കോഴ ഇടപാടിന് വഴിയൊരുക്കി എന്ന് CBI പറയുന്നു. കേസിലെ മാപ്പുസാക്ഷിയും മുൻ MPയുമായ മുകുന്ദ റെഡ്ഡിയുടെ മൊഴികൾ കെജ്രിവാളിന് എതിരാണ്. പുതിയ മദ്യനയം എന്തായിരിക്കുമെന്ന് നേരത്തെ തന്നെ സ്വകാര്യ കമ്പനികൾ ഗ്രൂപ്പിലെ പ്രതിനിധികൾ അറിയുകയും 100 കോടി കോഴ നൽകിയതായും CBI അഭിഭാഷകർ റോസ് അവന്യൂ കോടതിയിൽ വാദിച്ചു. രാഹുലിനെ വെല്ലുവിളിച്ച് കങ്കണ റണൌട്ട്. ഭരണഘടന ഉയർത്തിക്കാട്ടി നാടകം കളിക്കുന്നവരുടെ കാര്യം സെപ്റ്റംബർ 6-ന് അറിയാമെന്ന് നടിയും MPയുമായ കങ്കണ റണൌട്ട്. പാർലമെൻറ്റിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നാടകം കളിക്കുന്നവരുടെ കൊള്ളരുതായ്മകൾ സെപ്റ്റംബർ 6-ന് തിരിച്ചറിയാമെന്ന് കങ്കണ റണൌട്ട്. തൻ്റെ പുതിയ ചിത്രമായ എമർജൻസി സെപ്റ്റംബർ 6-ന് റിലീസാകാൻ ഇരിക്കുന്നതിന് പശ്ചാത്തലത്തിലാണ് പ്രതികരണം. കങ്കണ റണൌട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എമർജൻസി. സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഞാൻ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നുവെന്ന് രാജീവ് ഗാന്ധി എഴുതിയ പുസ്തകവും
അടിസ്ഥാനമാക്കിയാണ് ചിത്രം ഒരുക്കിയത്. പാർലമെന്റിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നാടകം കളിക്കുന്നവരുടെ കൊള്ളരുതായ്മകൾ സെപ്റ്റംബർ 6-ന് തിരിച്ചറിയുമെന്നും കങ്കണ വെല്ലുവിളിച്ചു. മണികർണിക എന്ന ചിത്രത്തിന് ശേഷം കങ്കണ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് എമർജൻസി. 1975 അടിയന്തരാവസ്ഥയാണ് കഥ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വേഷം കങ്കണയാണ് അഭിനയിക്കുന്നത്. അടിയന്തരാവസ്ഥയെപ്പറ്റി പാർലമെന്റിൽ സ്പീക്കർ ഓം ബിർളയും നരേന്ദ്രമോദി പരാമർശം നടത്തിയിരുന്നു. BJPയെ പ്രീതിപ്പെടുത്താനും കൂടിയാണ് ഈ സിനിമ. പാകിസ്ഥാൻ യുദ്ധവും ബംഗ്ലാദേശിൻ്റെ ചരിത്രവും പ്രിവി പേഴ്സും ബാങ്ക് ദേശവൽക്കരണവും ഒന്നും പരാമർശങ്ങളിൽ കണ്ടില്ലെന്നും ജനങ്ങൾ വിലയിരുത്തുന്നു.